സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിൽ പറയുന്ന ഒരു വാർത്തയെന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളുടെ അനുമാനം എന്ന് വേണമെങ്കിൽ പറയാം. സൗത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ശേഷം ക്രിസ്തീയ പക്ഷത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽസ് ആണ് ഇനിയും സൗത്ത് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള കുറേ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്യു ഷമുവേലിൻ്റെ ചാനലിൽ അദ്ദേഹവും ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ പല ചാനലുകളും പറയുകയാണ് സൗത്ത് ഇന്ത്യ ശരിക്കും ഇനിയും ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽസ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽസ് ആണ് ഭരിക്കാൻ പോകുന്നത്. വളരെ പ്രസിദ്ധമാകുന്ന ഒരു ഇൻ്റർനാഷണൽ ഓൺലൈൻ പോർട്ടലിൽ ഞാനൊരു വാർത്ത കണ്ടു. വലിയ വാർത്തയായിട്ടാണ് അവരത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ സ്റ്റേറ്റുകളിലൊന്നിൽ ഒരു കാത്തലിക് മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. ആ വാർത്ത എനിക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആരാണ് ഇന്ത്യയിലെ മേജർ സ്റ്റേറ്റുകളിലൊന്നിൽ മുഖ്യമന്ത്രിയായി വന്ന കാത്തലിക്? സംശയമില്ല, അത് വിജയെക്കുറിച്ചാണ് പറയുന്നത്. ജോസഫ് വിജയ് എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. എന്താണെങ്കിലും ജോസഫ് വിജയ് പേരുകൊണ്ട് ജോസഫൊക്കെ ആണെങ്കിലും അത്ര കാത്തലിക്കാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വിജയ് പലപ്പോഴും ബൈബിൾ വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ ഒരു ക്രിസ്ത്യനാണെന്നോ കാത്തലിക്കാണെന്നോ ഉള്ള വിധത്തിൽ ഇതുവരെയും, താനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണെന്നുള്ള വിധത്തിൽ ഇതുവരെയും താൻ തുറന്ന് സമ്മതിച്ചിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ദർഗകളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒരുപോലെ വിജയ് പോയി. പള്ളികളിൽ പോകുന്ന ചിത്രം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിജയെ ക്രിസ്ത്യനാക്കാം. പക്ഷേ എന്താണെങ്കിലും ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കാത്തലിക് ക്രിസ്ത്യൻ. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനൊക്കെ മുമ്പ് തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻസ്, അതായത് ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ളവർ മുഖ്യമന്ത്രിമാരായിട്ടില്ലേ, ഇതിലെന്താ പുതുമ എന്ന് എനിക്ക് തോന്നുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ വി ഡി സതീശനെക്കുറിച്ചാണ്. വി ഡി സതീശൻ്റെ ഗവൺമെൻറ്റും ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ പെന്റിക്കോസ്റ്റൽ സ്വാധീനമുള്ള ഗവൺമെൻറ് ആണെന്നാണ് നമ്മുടെ മാത്യു ഷമുവേലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംശയം തോന്നാൻ കാരണങ്ങളുണ്ട്. ഒന്നാമത് വി ഡി സതീശൻ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ബൈബിൾ വചനങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആൾ ആയതുകൊണ്ട് നമ്മുടെ സുവിശേഷ വേദികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട്, മാത്രമല്ല ആദമേ നീ എവിടെയാകുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പോൾ എഴുതിയതുകൊണ്ടൊക്കെ അദ്ദേഹത്തെ തീർത്തും ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ആളുകൾ കാണുന്നത്. ഈ വി ഡി സതീശനെ ബ്രദർ എന്നൊക്കെ ആരോ വിളിച്ചെന്നാണ് മാത്യു ഷമുവേൽ പറയുന്നത്. വി ഡി സതീശൻ ഈ പറഞ്ഞതുപോലെ പെന്തക്കോസ്തുകാരനൊന്നും ആയിട്ടില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു. അദ്ദേഹം എല്ലാ മതങ്ങളുടെ ചടങ്ങുകൾക്ക് പോകുന്ന ഒരു ഹിന്ദു തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും അദ്ദേഹം ഈ നോർത്ത് ഇന്ത്യൻ ടൈംസ് നൗ ചാനലിനൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാനൊരു ഹിന്ദു ആണെന്ന് തുറന്നു പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന, വേദപുസ്തകം വായിക്കുന്ന, വേദപുസ്തകത്തിലെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് വി ഡി സതീശനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. വേദപുസ്തകം തന്നെ സ്വാധീനിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വി ഡി സതീശനെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ വൈറലായതും അതിൻ്റെ പിന്നിലെ വിവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ കണ്ട ഒരു വീഡിയോ, അതായത് ഈ വി ഡി സതീശനെ വിജയം പ്രവചിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ പുറത്തു വന്ന ആ വീഡിയോയിലുള്ള പാസ്റ്റർ ടിജോ തോമസ് സത്യപ്രതിജ്ഞയുടെ ദിവസം രാവിലെ വി ഡി സതീശൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കുടുംബമായിട്ടുണ്ടായിരുന്നു. അതായത് ടിജോ തോമസ് തന്നെയല്ല കേട്ടോ, മറ്റ് പാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. രാജേഷ് മാത്യു പാസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹവും ആ വീട്ടിലുണ്ടായിരുന്നു. ഏതായാലും 2-3 പാസ്റ്റർമാർ സത്യപ്രതിജ്ഞയുടെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് വി ഡി സതീശൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അനുമോദിക്കുന്ന വീഡിയോ ആണ് കണ്ടത്. പ്രാർത്ഥിച്ചും കാണും, പ്രാർത്ഥനയുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഈ ടിജോ തോമസിൻ്റെ വീഡിയോ ഫേക്കാണെന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. വി ഡി സതീശനോട് പ്രവചിക്കുന്നതായിട്ട് ഒരു ഫേക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ വി ഡി സതീശൻ്റെ തന്നെ മുമ്പിൽ പോയി നിൽക്കാൻ
ടിജോ തോമസിന് എങ്ങനെ തൻ്റെ ഇടം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ഫേക്ക് ആണെങ്കിൽ ശരിക്കും വി ഡി സതീശൻ പറയില്ലേ, സാർ ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ ആ മറ്റേ ഫേക്ക് വീഡിയോ കണ്ടു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, വി ഡി സതീശൻ ഇപ്പോഴും രാവിലത്തെ പ്രഭാത വായന, ബൈബിൾ വായന ഒക്കെ തുടരുന്നുണ്ട്. അന്ന് പ്രവചിച്ച പാസ്റ്ററും മറ്റു പാസ്റ്റർമാരുമായിട്ടൊക്കെ നല്ല സഹകരണമുണ്ട് എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ആ വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും വെറുതെ പാസ്റ്റർ പറയുകയാണെന്ന് പറയും. സത്യപ്രതിജ്ഞ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വി ഡി സതീശനും ഈ പറഞ്ഞതുപോലെ ഈ സുവിശേഷ പക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നൊക്കെ തോന്നും. ഇനിയും ഒരാളെക്കുറിച്ച് കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു പാഠഭേദത്തിൻ്റെ റിപ്പോർട്ടിംഗ് പൂർണ്ണമാകത്തുള്ളൂ. അത് തമിഴ്നാടിൻ്റെ സ്പീക്കറാണ്. തമിഴ്നാടിൻ്റെ സ്പീക്കർ JCD പ്രഭാകർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജോൺ ക്രിസ്ത്യൻ ദേവവാരം പ്രഭാകർ എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഈ പറഞ്ഞ വി ഡി സതീശനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ പോലെയോ വേദി അനുസരിച്ച് മാറുന്ന ഒരു ആളൊന്നുമല്ല. നല്ല പ്യുവറായിട്ടുള്ള ഒരു ക്രിസ്ത്യനാണ്. ഏതാണ്ട് 20 വർഷമായിട്ട് സുവിശേഷവേല ചെയ്യുന്ന ഒരു ലേ പ്രീച്ചർ എന്ന് പറയാം. അതായത് ഒഫീഷ്യലി ഓർഡൈൻഡ് പാസ്റ്റർ ഒന്നുമല്ല കേട്ടോ. പക്ഷേ തെരുവുകളിലൊക്കെ വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ബസ്സുകളിലൊക്കെ ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു കടതീർന്ന സുവിശേഷകനാണ് ഈ പറഞ്ഞ JCD പ്രഭാകർ എന്ന് പറയുന്ന തമിഴ് സർക്കാരിൻ്റെ സ്പീക്കറായിട്ട് ഇപ്പോൾ നിയമിതനായിരിക്കുന്ന വ്യക്തി. ഇദ്ദേഹം 1980 തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്ന ആളാണ്. ആള് വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ്. ലയോള കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ പഠിച്ച് അതിനുശേഷം LLB ഒക്കെ കരസ്ഥമാക്കി അങ്ങനെ വക്കീലൊക്കെ ആയ ആളാണ്. നമ്മൾ ചിന്തിക്കരുത് ഒരു തെരുവ് സുവിശേഷകൻ എന്ന് പറയുമ്പോൾ വലിയ വിദ്യാഭ്യാസമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു ആളാണ് ഈ TVKയുടെ നേതാവായി ഇപ്പോൾ ജയിച്ചിരിക്കുന്ന, തമിഴ്നാടിൻ്റെ സ്പീക്കറായി മാറിയിരിക്കുന്ന ജോൺ ക്രിസ്ത്യൻ ദേവവാരം പ്രഭാകർ എന്ന് പറയുന്ന JCD പ്രഭാകർ. അദ്ദേഹം ഇപ്പോൾ വൈറലായി തീരാനുള്ള കാരണം തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം 2-3 വാക്യം പറഞ്ഞാണ് തുടങ്ങിയത്. യോബിൻ്റെ പുസ്തകം 9:10, സദൃശവാക്യം 3:27, മർക്കോസ് 12:31 ഒക്കെ പറഞ്ഞാണ് ഈ JCD പ്രഭാകർ നിയമസഭ തുടങ്ങിയത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പീക്കർ വേദപുസ്തക വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ശരിക്കും കേരള നിയമസഭയിലൊക്കെ പണ്ടും ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ വേദോസത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടൊക്കെയുണ്ട്. വി ഡി സതീശനും VS അച്യുതാനന്ദനുമൊക്കെ വേദോസത്തിൽ നിന്ന് ഉദ്ധരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷേ ഈ പറഞ്ഞ JCD പ്രഭാകർ അദ്ദേഹം ഒരു നല്ല ഇവാഞ്ചലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചപ്പോൾ വേദി നോക്കി ഉദ്ധരിച്ചതല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്താണെങ്കിലും കേരളത്തിൽ വേദപുസ്തകം പ്രസംഗിക്കുന്ന ഒരു മുഖ്യമന്ത്രി, തമിഴ്നാട്ടിൽ വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച സുവിശേഷകനാകുന്ന ഒരു സ്പീക്കർ, തെരുവ് സുവിശേഷകനാകുന്ന ഒരു സ്പീക്കർ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തെന്നിന്ത്യ അങ്ങ് ഇവാഞ്ചലിക്കൽ പക്ഷത്തിലേക്ക് പോയോ എന്നൊക്കെ ഒരു സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുകയുമില്ല. പിന്നെ ഈ വി ഡി സതീശനുമായിട്ട് ഉള്ള പാസ്റ്റേഴ്സിൻ്റെ ചങ്ങാത്തം, വിജയ്ക്ക് ജോസഫ് എന്നുള്ളൊരു പേരൊക്കെ ഉള്ളത്, ഇതൊക്കെ ഒന്ന് നമുക്ക് പൊലിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഇവാഞ്ചലിസ്റ്റ് പക്ഷമാണെന്നൊക്കെ വരുത്തി വെക്കുവാൻ കഴിയും. എന്താണെങ്കിലും ഈ ആസാദിയുടെ പാഠഭേദത്തിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കൺക്ലൂഷൻ,
രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും അവരൊക്കെ ഈ ബൈബിളും വിശ്വാസ സത്യങ്ങളുമൊക്കെ അറിയുന്നതും അതിനെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ പിൻഗമിക്കുന്നതും ബൈബിളിൻ്റെയൊക്കെ ഒരു സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും വളരെ നല്ല കാര്യമാണ്. കാരണം നാം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അങ്ങനെ വരുമ്പോൾ ആ ബൈബിളിൻ്റെ സ്വാധീനവും ദൈവവചനങ്ങളും ഒക്കെ അവരെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് ദേശത്തിന് നല്ലതാണ്. നന്നായി ദേശത്തെ ഭരിക്കുവാൻ, വിവേകത്തോട് ഭരിക്കുവാൻ ഇവർക്കൊക്കെ കഴിയുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 വർഷം മുമ്പ് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സന്ദേശം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ കൊടുത്തിരുന്നു. വിന്നിങ് 7 ഹിൽസ് എന്നാണ് ആ സന്ദേശത്തിന് ഞാൻ കൊടുത്ത ടൈറ്റിൽ. 7 മലകൾ കീഴടക്കുക. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഞാനത് സംസാരിച്ചത്. അതായത് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ ഹാർലറ്റ് അവൾ ഇരിക്കുന്നത് 7 മലകളുടെ മുകളിലാണ് എന്ന ഒരു വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പഴയ കൺസെപ്റ്റ്, അതായത് വൈവാമൊക്കെ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമാക്കി പ്രസംഗിക്കുകയായിരുന്നു. അതായത് 7 മലകൾ, പിശാച് കീഴടക്കിയിരിക്കുന്ന 7 മലകളുണ്ട്. പിശാചിന് മലകളുണ്ടോ എന്ന് ചോദ്യം വരുമ്പോൾ ഈ സുവിശേഷങ്ങളിൽ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി എന്നൊരു വചനമുണ്ട്. എന്നിട്ട് കാണിച്ചു ഇതെല്ലാം എൻ്റേതാണെന്ന് കാണിച്ചു. സാത്താൻ കീഴടക്കിയിരിക്കുന്ന മലകളുണ്ട്. വെളിപ്പാട് പുസ്തകം അനുസരിച്ച് 7 മലകളുണ്ട്. കൺസെപ്റ്റ് എന്താണ്? ലോകത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന 7 മൗണ്ടൻസ് എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന 7 ഘടകങ്ങൾ, 7 മേഖലകൾ. ആ 7 മേഖലകളെയും ഇന്ന് കീഴടക്കി ഭരിക്കുന്നത് സാത്താന്യ ശക്തികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിറ്റിക്സ് ഉണ്ട്, അത് എഡ്യൂക്കേഷൻ ഉണ്ട്, അത് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, അത് മീഡിയയുണ്ട്, അത് സ്പോർട്സ് ഉണ്ട്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ 7 മലകൾ ഈ ലോകത്തിലെ ഉന്നതിയിലെത്തുന്ന 7 മേഖലകളെ ഇന്ന് കീഴടക്കിയിരിക്കുന്നത് സാത്താനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് കൺസെപ്റ്റ്? സാത്താൻ കീഴടക്കിയിരിക്കുന്ന ഈ മലകളിലേക്ക് നമുക്ക് കയറി ചെല്ലണം. എന്നിട്ട് ഈ ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവചിക്കുന്നത് പോലെ നിങ്ങൾ മലകളിലേക്ക് പോകുക, മരം വെട്ടിക്കൊണ്ടുവരിക, ആലയം പണിക എന്ന വചനവുമായി ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സാത്താൻ കീഴടക്കിയിരിക്കുന്ന ഈ മലകളുടെ മുകളിൽ കയറി വൻമരങ്ങളെ വെട്ടി കൊണ്ടുവരണമെന്നും അവരെ നാം ആലയത്തിൻ്റെ പണിക്ക് ഉപയോഗിക്കണമെന്നുമുള്ള ഒരു സന്ദേശമാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചർച്ചിൽ ഒരു പ്രാവചനിക ദൂത് പോലെ പറഞ്ഞത്. സാത്താൻ കീഴടക്കിയിരിക്കുന്ന രാഷ്ട്രീയവും സ്പോർട്സും എൻ്റർടൈൻമെൻറ്റും മീഡിയയും ഇതിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന വൻമരങ്ങളെ വെട്ടി വീഴ്ത്തി ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കണം. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇത് പലപ്പോഴും സഭ മറന്നു പോകുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറയാം. പലപ്പോഴും നാം സുവിശേഷം എത്തിക്കുവാൻ ശ്രമിച്ചത് താഴ്വരയിലിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളുടെ ഇടയിലേക്കായിരുന്നു. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി സുവിശേഷവുമായി നാം എത്തി. അത് നാം ചെയ്തത് ഏറ്റവും നല്ല കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ തന്നെ നാം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ സ്വാധീനമുള്ളവരെ മറന്നു, അല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് പോകുവാൻ നാം ഇഷ്ടപ്പെട്ടില്ല, ഭയപ്പെട്ടു എന്ന പദം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഈ 7 മലകൾക്ക് മുകളിൽ നിൽക്കുന്ന ബിസിനസ് ഒരു മലയാണ്, രാഷ്ട്രീയം ഒരു മലയാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നില്ല. അവർക്ക് ആത്മാവില്ലാത്തത് കൊണ്ടോ അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു അധികാരവും ഒരു അവകാശവും ഇല്ലാത്തത് കൊണ്ടല്ല നാം അവരുടെ അടുക്കിലേക്ക് പോയില്ല. ഈ കാലഘട്ടം നാം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താഴ്വരയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ നാം പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മലകളിലേക്ക് ചെന്ന് ആ മലകളിൽ നിൽക്കുന്ന സാത്താന്യ മലകളുടെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ യേശുവിനെ സാക്ഷിക്കത്തക്കവണ്ണം അവരെ താഴ്വരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു ദൗത്യമായി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഹിതയോട് അവസാനിപ്പിക്കുകയാണ്. അന്ന് ചെയ്ത മെസ്സേജ് ഒരിക്കൽ കൂടി ആസാദിയിൽ എനിക്കൊന്ന് റീടെലികാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.